പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച 2 പോയിന്റുകളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് പോൾ ഹേമൻ്റെ കൂടെ വന്നത് ബ്ലഡ് ലൈനിലെ പുതിയ മെമ്പേഴ്സ് ആണോ എന്നുള്ള സംശയത്തെ സംബന്ധിച്ചും, രണ്ടാമത്തേത് ഡ്രൂ മാക്കിൻ്റെയർ പങ്കുവെച്ച ഇഞ്ചുറിയെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് പോൾ ഹേമൻ്റെ കൂടെ വന്ന ആ 3 വ്യക്തികൾ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പോൾ ഹേമൻ തന്നെ റോ എപ്പിസോഡിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിയ 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു കാര്യം അത് സ്റ്റോറി ലൈൻ പ്രകാരം മാത്രം എടുത്താൽ മതി. ഈ 3 റെസ്ലേഴ്സ് ഭാവി WWE സൂപ്പർ സ്റ്റാർസ് ആണ്. അതായത് ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർസ് ആണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബ്ലഡ് ലൈനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് പോൾ ഹേമൻ്റെ കൂടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ കോഡി റോഡ്സിൻ്റെ എങ്ങനെയെങ്കിലും അവർക്ക് റോക്കിനെതിരെയുള്ള ചലഞ്ച് വിടിപ്പിക്കാൻ വേണ്ടി കോഡി റോഡ്സിനെ പേടിപ്പിക്കണ പോലെ ഒരു ഭാഗം കാണിക്കണം. അതിന് പോൾ ഹേമൻ 3 വ്യക്തികളെ കൂടെ കൊണ്ടുവന്നു. എന്നാൽ കോഡി റോഡ്സ് അതിൽ പേടിച്ചില്ല. കൂടാതെ കോഡി റോഡ്സ് പറയുന്നുണ്ട് ബ്ലഡ് ലൈൻ തന്നെയല്ല ഇപ്പോൾ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താൻ ബ്ലഡ് ലൈനെയാണ് ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കോഡി റോഡ്സ് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ പോൾ ഹേമൻ്റെ കൂടെ വന്ന ആ 3 വ്യക്തികൾ ആരാണെന്നുള്ള ആ ഒരു സംശയം നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡ്രൂ മാക്കിൻ്റെയർ പ്രൊമോ സെഗ്മെൻറ്റിൽ ഇഞ്ചുറിയെ സംബന്ധിച്ച് പങ്കുവച്ചതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഡ്രൂവും സെത്തും പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. എലിമിനേഷൻ ചേംബറിലെ മെൻസ് ചേംബർ മത്സരത്തിൽ വിജയിച്ച ഡ്രൂ മാക്കിൻ്റെയർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത്. ഡ്രൂ മാക്കിൻ്റെയർ പറയുന്നുണ്ട് താൻ റസൽമീനിയ 40 വിജയിക്കുമെന്നുള്ള ആ ഒരു കാര്യമൊക്കെ. കൂടാതെ ഡ്രൂ മാക്കിൻ്റെയർ പറയുന്നത് ഈ ചേംബർ മത്സരം കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് തന്നോട് ചിലപ്പോൾ റസൽമീനിയയിലേക്ക് നീ കളിക്കാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് താൻ പങ്കല്ല, CM പങ്കല്ല, താൻ ഡ്രൂ മാക്കിൻ്റെയർ ആണ്, ഞാൻ എന്തായാലും റസൽമീനിയ 40 മത്സരിക്കുമെന്നുള്ളത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് CM പങ്കിനെ കളിയാക്കിക്കൊണ്ടാണ് ഡ്രൂ മാക്കിൻ്റെയറിൻ്റെ വാചകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഡ്രൂ മാക്കിൻ്റെയറിന് ചേംബർ മത്സരത്തിന് ഇടയിൽ ചെറിയ രീതിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തേക്ക് വന്നതാണ്. പക്ഷേ അത് വലിയ സീരിയസ് ആക്കേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതോ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി അല്ല, ഒരു മത്സരത്തിനിടയിൽ വരാൻ സാധ്യതയുള്ള ജസ്റ്റ് ഒരു ഇഞ്ചുറി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ആ ഒരു ന്യൂസിന് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഡ്രൂ മാക്കിൻ്റെയർ മെൻഷൻ ചെയ്തത്. CM പങ്കിനെ എതിരെ ഡ്രൂ മാക്കിൻ്റെയർ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ CM പങ്ക് ഒരു സ്ട്രെയിറ്റ് എഡ്ജ് റെസ്ലർ ആണെന്നാണ് പങ്കിൻ്റെ പ്രൊമോസിൽ പറയാറുള്ളത്. അദ്ദേഹം മദ്യപിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ CM പങ്കിന് വേണ്ടി ഈ ഒരു സെലിബ്രേഷൻ മൂഡിൽ ഞാൻ കൂടുതൽ കുടിച്ചു കൊണ്ട് ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് CM പങ്കിനെ ഡ്രൂ മാക്കിൻ്റെയർ കളിയാക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് വരുന്നുണ്ട്. അപ്പോൾ സെത്ത് റോളിൻസിന് ഡ്രൂ മാക്കിൻ്റെയർ കൊടുക്കുന്ന ഒരു അഡ്വൈസ്, റസൽമീനിയ 40 തനിക്ക് സെത്തിനെ 100% ഹെൽത്തോടു കൂടി വേണം, അതിന് നീ കോഡി റോഡ്സിൻ്റെ അടുത്ത് നിന്ന് മാറുക, ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ ഇടപെടാതിരിക്കുക എന്നുള്ള ഒരു അഡ്വൈസ് ആയിരുന്നു. കാരണം ബ്ലഡ് ലൈൻ നിന്നെ അവർ ക്രൂരമായി ആക്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡ്രൂ മാക്കിൻ്റെയർ ഇനി അഥവാ റസൽമീനിയ 40 സെത്തിനെ പരാജയപ്പെടുത്തിയാൽ ബ്ലഡ് ലൈൻ മൂലമാണ് നീ വിജയിച്ചത് എന്നുള്ളൊരു കാരണം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഡ്രൂ സെത്തിനോട് ഒരു കാര്യം പോലെ പറയുന്നുണ്ട്. അപ്പോൾ അത് സെത്തും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്ലഡ് ലൈനെതിരെ അദ്ദേഹം പോരാടുമെന്നും ഡ്രൂ മാക്കിൻ്റെയറിനെ റസൽമീനിയ 40 പരാജയപ്പെടുത്തും എന്നുള്ളതും സെത്ത് ഒരു മറുപടി പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി ലൈനിൽ കുറേയധികം പോയിന്റുകൾ അവർ പറഞ്ഞു പോകുന്നുണ്ട്. ഡ്രൂ മാക്കിൻ്റെയറും ബ്ലഡ് ലൈനും തമ്മിലുള്ള പണ്ടത്തെ ഇഷ്യൂസിനെ സംബന്ധിച്ചും ഡ്രൂ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള കുറച്ച് സെഗ്മെൻറ്റുകൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.